മസാല ബോണ്ട് കേസിൽ മുൻ മന്ത്രി തോമസ് ഐസക്കിനും കിഫ്ബിക്കുമെതിരായിട്ടുള്ള സമൻസ് പിൻവലിക്കുമെന്ന് ഇ ഡി ഹൈക്കോടതിയിൽ നിലപാട് അറിയിച്ചു. സമൻസ് റദ്ദാക്കണമെന്ന ഐസക്കിന്റെ ഹർജിയിലാണ് നടപടി. വിവരങ്ങളുമായി ജോൺ ലോറൻസ് ഉണ്ട്. ജോൺ ലോറൻസ്, ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ടത് ഇ ഡിക്ക് ഒരു തിരിച്ചടിയായും ഐസക്കിന് ഒരു ആശ്വാസമായിട്ടുമൊക്കെ വ്യാഖ്യാനിക്കാൻ കഴിയുമോ? തീർച്ചയായിട്ടും എബി, ഐസക്കിനും കിഫ്ബി ഉദ്യോഗസ്ഥരായ KM എബ്രഹാം അടക്കമുള്ളവർക്ക് ഒരു താൽക്കാലിക ആശ്വാസം എന്ന് വേണമെങ്കിൽ നമുക്ക് ഇപ്പോൾ ഇതിനെ പറയാം. കാരണം ഈ അനാവശ്യമായ സമൻസുകൾ നൽകി കിഫ്ബി ഉദ്യോഗസ്ഥരെയും തോമസ് ഐസക്കിനെയും അവരുടെ വ്യക്തിഗത വിവരങ്ങൾ ഒക്കെ ചോദിച്ചുകൊണ്ട് ഇ ഡി ഒരു 1.5 വർഷം മുമ്പ് ഇവർക്ക് സമൻസ് അയച്ചിരുന്നു. ഈ സമൻസിൽ ഇ ഡി അയച്ച അന്വേഷണത്തിൻ്റെ ഭാഗമായി ഇ ഡി അയച്ച സമൻസുകളിൽ ഈ ഉദ്യോഗസ്ഥർ വിവരങ്ങളൊക്കെ നൽകിയിരുന്നു, ആ മറുപടികൾ നൽകിയിട്ടുണ്ട്, ഹാജരായിട്ടുമുണ്ട്. പക്ഷേ വ്യക്തിഗത വിവരങ്ങൾ ചോദിച്ചുകൊണ്ട് ഒരു 1.5 വർഷം മുമ്പ് ഇ ഡി ഉദ്യോഗസ്ഥർക്കും ഒക്കെ തോമസ് ഐസക്കിന് ഉൾപ്പെടെയുള്ള ആൾക്കും ഞാൻ സമൻസ് അയച്ചു. ഈ സമൻസ് ചോദ്യം ചെയ്താണ് വ്യക്തിഗത വിവരങ്ങൾ സ്വകാര്യതയിലേക്ക് കടന്നു കയറുന്നു എന്നുള്ള വിവരങ്ങളൊക്കെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് മുൻ ധനമന്ത്രി തോമസ് ഐസക്കും അതുപോലെ കിഫ്ബി ഉദ്യോഗസ്ഥരും ഇ ഡിയെ ഹൈക്കോടതിയെ സമീപിച്ചു. അപ്പോൾ ഹൈക്കോടതി അന്ന് ജസ്റ്റിസ് VG അരുണിൻ്റെ നേതൃത്വത്തിലുള്ള ബെഞ്ച്, അധ്യക്ഷനായിട്ടുള്ള ബെഞ്ച് അദ്ദേഹം വ്യക്തിഗത വിവരങ്ങൾ ചോദിക്കുന്നതിലേക്ക് കടക്കരുത് എന്ന് ഇ ഡിക്ക് ഒരു നിർദ്ദേശം നൽകിയിരുന്നു. പക്ഷേ ഒരു ഇടവേളയ്ക്ക് ശേഷം അതിനുശേഷം ആ ബെഞ്ച് അദ്ദേഹം നിർദ്ദേശിച്ച് ഈ കേസ് അപ്രോപ്രിയേറ്റ് ബെഞ്ചിൽ, ഉചിതമായ ബെഞ്ചിലേക്ക് കൈമാറാൻ ഹൈക്കോടതി രജിസ്ട്രാർക്ക് നിർദ്ദേശം നൽകിയിരുന്നു. ഈ ഹർജി പിന്നീട് ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ്റെ ബെഞ്ചിൽ വന്നു. അപ്പോഴാണ് ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ ഇ ഡിക്ക് ഒരു ഇടവേളയ്ക്ക് ശേഷം വീണ്ടും സമൻസ് നൽകാനുള്ള അനുമതി നൽകി. ഈ സമൻസ് നൽകാനുള്ള അനുമതി ചോദ്യം ചെയ്തുകൊണ്ട് തോമസ് ഐസക്കും അതുപോലെ തന്നെ കിഫ്ബി ഉദ്യോഗസ്ഥരും വീണ്ടും ഹൈക്കോടതിയെ സമീപിച്ചു. ഹൈക്കോടതി അതിന് അനുമതി നൽകി. പക്ഷേ ആ ഉത്തരവിനെതിരെ അവർ ഡിവിഷൻ ബെഞ്ചിനെ സമീപിച്ചപ്പോൾ ആ ഉത്തരവ് തന്നെ സമൻസ് തന്നെ ഡിവിഷൻ ബെഞ്ച് ജസ്റ്റിസ് മുഹമ്മദ് മുഷ്താഖിൻ്റെ അധ്യക്ഷതയുള്ള ബെഞ്ച് സമൻസ് തന്നെ റദ്ദാക്കിയിരുന്നു. അതിനുശേഷം കോടതി പ്രധാനമായും പറഞ്ഞു ഇ ഡിക്ക് അവരുടെ വാദങ്ങൾ, ഈ ഡിവിഷൻ ബെഞ്ച് പറഞ്ഞത് ഇ ഡിക്ക് അവരുടെ വാദങ്ങൾ കേസ് പരിഗണിക്കുന്ന ബെഞ്ചിന് മുമ്പാകെ ഉന്നയിക്കാമെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ കേസ് കഴിഞ്ഞ ആഴ്ചയും ഈ ആഴ്ചയും കേസ് ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ്റെ മുമ്പിൽ വന്നിരുന്നു. കഴിഞ്ഞ ആഴ്ച കേസ് പരിഗണിച്ചപ്പോൾ തന്നെ ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ ഒരു പ്രധാനപ്പെട്ട ഒരു നിർദ്ദേശം, ഒരു വിവരം ഇ ഡിയെ ധരിപ്പിച്ചിരുന്നു. അതായത് ചുറ്റിത്തിരിഞ്ഞുള്ള അന്വേഷണം അനുവദിക്കാനാവില്ല, എന്തെങ്കിലും വിവരങ്ങളുണ്ടെങ്കിൽ അത് കൊണ്ടുപോവാ എന്ന് പറഞ്ഞിരുന്നു. ഇന്ന് കേസ് വീണ്ടും പരിഗണിച്ചപ്പോൾ സമൻസ് അയച്ച് ബുദ്ധിമുട്ടിക്കുന്ന ആ ഒരു നടപടി, അത് കോടതി ആ നടപടി തങ്ങളുടെ ഭാഗത്ത് ഉണ്ടാവില്ലെന്ന് ഇ ഡി ഇപ്പോൾ കോടതി അറിയിച്ചിരിക്കുന്നു. അതായത് ആ സമൻസ് 1.5 വർഷം മുമ്പ് നൽകിയ ആ സമൻസ് പിൻവലിക്കുകയാണെന്ന് ഇ ഡി ഇപ്പോൾ നിലപാട് അറിയിച്ചിരിക്കുന്നു. പക്ഷേ അപ്പോൾ അന്വേഷണം റദ്ദാക്കണം എന്നുള്ള കിഫ്ബിയുടെയും തോമസ് ഐസക്കിൻ്റെയും ആവശ്യം കോടതി അനുവദിച്ചില്ല. അതിന് കോടതി പ്രധാനമായും പറഞ്ഞു ഒരു പരാതിയിലാണ് അന്വേഷണം നടക്കുന്നത്, അതിൻ്റെ റിപ്പോർട്ട് വരട്ടെ, എന്താണ് കണ്ടെത്തിയിട്ടുള്ളത് എന്ന് ഇ ഡി ഇതുവരെ കോടതി അറിയിച്ചിട്ടില്ല. അപ്പോൾ ആ പരാതിയുള്ള അന്വേഷണത്തിന്മേലുള്ള റിപ്പോർട്ട് കോടതിയുടെ മുമ്പാകെ വരട്ടെ. അപ്പോൾ ആ റിപ്പോർട്ട് ചലഞ്ച് ചെയ്ത് അല്ലെങ്കിൽ അത് ചോദ്യം ചെയ്ത് അത് വസ്തുതാപരമല്ല, തങ്ങളെ വേട്ടയാടുന്ന രീതിയിലുള്ള അന്വേഷണമാണ് നടക്കുന്നതെന്നാണ് ഈ തോമസ് ഐസക്കിൻ്റെ അതുപോലെ കിഫ്ബി ഉദ്യോഗസ്ഥരുടെയും നിലപാട്. അപ്പോൾ ആ റിപ്പോർട്ട് ഇ ഡി കോടതിയിൽ സമർപ്പിക്കുന്ന വിധത്തിൽ സമർപ്പിച്ചതിന് ശേഷം, അതായത് വിചാരണ കോടതിയിൽ സമർപ്പിച്ചതിന് ശേഷം, പ്രത്യേക സാമ്പത്തിക കോടതിയിൽ സമർപ്പിച്ചതിന് ശേഷം ആ റിപ്പോർട്ട് നിങ്ങൾക്ക് കിട്ടിയതിന് ശേഷം നിങ്ങൾക്ക് ഹൈക്കോടതി സമീപിക്കുക, അതിന് തടസ്സമുണ്ടാവില്ല എന്നാണ് ഇപ്പോൾ ഹർജിക്കാരോട് പറഞ്ഞിരിക്കുന്നത്. പ്രധാനമായി ഈ കേസിന് ആധാരം എന്ന് പറയുന്നത് സംസ്ഥാനത്തിൻ്റെ വികസനത്തിന് ഫണ്ട് സമാഹരിക്കുന്നതിൻ്റെ ഭാഗമായി 2019 ലണ്ടൻ സ്റ്റോക്ക് എക്സ്ചേഞ്ച് വഴി 2150 കോടി രൂപ അന്ന് ധനമന്ത്രി തോമസ് ഐസക്കായിരുന്നു കിഫ്ബി സമാഹരിക്കുകയുണ്ട്. 7.23% പലിശയ്ക്കാണ് ഈ പണം സമാഹരിച്ച്. ഇതിൽ വിദേശ നാണയ നിയന്ത്രണ ചട്ടത്തിൻ്റെ ലംഘനമുണ്ടെന്ന് ചൂണ്ടിക്കാണിച്ചൊരു പരാതിയും ഉൾപ്പെടെ വന്നിരുന്നു. അപ്പോൾ ആ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ അന്വേഷണം നടക്കുന്നത്. അപ്പോൾ കോടതി പ്രധാനമായും ഈ എൻഫോഴ്സ്മെൻറ്റിനോട് ഒരു കാര്യം ചോദിച്ചിരുന്നു. ഈ ഹർജിക്കാർ തന്നെ ഒരു പ്രധാനപ്പെട്ട ഒരു ആരോപണം ഉന്നയിച്ചിരുന്നു. തങ്ങൾ മാത്രമല്ല, അതായത് ഈ കിഫ്ബി മാത്രമല്ല ഇപ്പോൾ മസാല ബോണ്ട് വഴി പണം സമാഹരിച്ചിട്ടുള്ളത്. കേന്ദ്ര സർക്കാരിൻ്റെ സ്ഥാപനങ്ങളായ പവർ ഗ്രിഡ് കോർപ്പറേഷൻ, അതുപോലെ തന്നെ നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ തുടങ്ങിയ സ്ഥാപനങ്ങൾ ഈ മസാല ബോണ്ട് വഴി പണം സമാഹരിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ ധനസമാഹരണം നടത്തിയിട്ടുണ്ട്. അവർക്കെതിരെ ഒന്നും കേസില്ല. ഇ ഡി തങ്ങളെ രാഷ്ട്രീയമായി പ്രേരിതമായി തെരഞ്ഞുപിടിച്ച് കിഫ്ബിക്കും അതുപോലെ ധനമന്ത്രി തോമസ് ഐസക്കിനും ഉൾപ്പെടെയുള്ള അതും കേരളത്തിലെ സർക്കാരിലെ ഉന്നതർക്കെതിരെ അന്വേഷണം നടത്തുകയാണ്. അതുകൊണ്ട് ഇത് രാഷ്ട്രീയ പ്രേരിതമാണ് എന്നുള്ള ഒരു ആരോപണമാണ് ഈ പ്രധാനമായി ഈ കിഫ്ബിയും അതുപോലെ തോമസ് ഐസക്കും ഹൈക്കോടതിയുടെ മുമ്പാകെ ഉന്നയിച്ചു. അപ്പോൾ കോടതി പ്രധാനമായി ഒരു കാര്യം ചോദിച്ചിരുന്നു. ഇത് RBIയുടെ അനുമതിയോടുകൂടിയാണ്, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ അനുമതിയോടുകൂടിയാണ് മസാല ബോണ്ട് പുറപ്പെടുവിച്ചിട്ടുള്ളത്, മറ്റ് സ്ഥാപനങ്ങളും അങ്ങനെയാണ് പുറപ്പെടുവിച്ചിട്ടുള്ളത്. എന്തുകൊണ്ടാണ് നിങ്ങൾ ഈ നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യക്കും അതുപോലെ തന്നെ ഈ പവർ ഗ്രിഡ് കോർപ്പറേഷനുമെതിരെ അന്വേഷണം നടത്താത്തത്? എന്താണ്? ശ്രീ തോമസ് ഐസക് ഇപ്പോൾ നമ്മോടൊപ്പം ചേരുകയാണ്. ശ്രീ തോമസ് ഐസക്, ഇപ്പോൾ ഹൈക്കോടതിയിൽ ഇ ഡി അവരുടെ നിലപാട് വ്യക്തമാക്കിയിരിക്കുന്നു, ഈ സമൻസ് പിൻവലിച്ചിരിക്കുകയാണ്. എങ്ങനെയാണ് ഈ ഒരു ഘട്ടത്തിലെ അങ്ങയുടെ ഒരു പ്രതികരണം? കേരളം ചിന്തിക്കേണ്ടുന്ന കാര്യം,
എങ്ങനെയാണ് ഒരു അന്വേഷണ ഏജൻസി ഒരു തെളിവുമില്ലാതെ കൃത്യമായിട്ടൊരു ആരോപണം തെറ്റിന്റെ കുറിച്ചൊരു ചാർജ് പോലും ഇല്ലാതെ 2 വർഷക്കാലം നമ്മുടെ നാട്ടിലെ ഏറ്റവും പ്രധാനപ്പെട്ട സർക്കാരിന്റെ ധനകാര്യ ഏജൻസിയെ സംശയത്തിന്റെ നിഴലിൽ നിർത്താം, അതിനെ അവമതിപ്പിക്കുക, അതുമായി ബന്ധപ്പെട്ട പേരിൽ എന്നെ സമൺ ചെയ്യുക, എന്റെ വ്യക്തിപരമായിട്ടുള്ള എല്ലാ വിവരങ്ങളും, ഞാൻ അംഗമായിട്ടുള്ള ഏത് ഡയറക്ടർ ബോർഡ് ഉണ്ടെങ്കിലും അതിന്റെയൊക്കെ അക്കൗണ്ടുകളും കാര്യങ്ങളും ഒക്കെ അങ്ങ് ഹാജരാക്കണമെന്ന്. എന്തിന്റെ അടിസ്ഥാനത്തിൽ, എന്തിനു വേണ്ടിയിട്ട്? ഈ പൗരന്മാർക്ക് ചില മൗലിക അവകാശങ്ങളുണ്ട്, അത് അംഗീകരിക്കാത്തൊരു കാലത്താണ് നമ്മളിപ്പോൾ ജീവിക്കുന്നത്. ഏതായാലും ബഹുമാനപ്പെട്ട കോടതി ഒരു ലളിതമായ ചോദ്യം ഇഡിയോട് ചോദിച്ചിട്ട് അത് ചോദിച്ച് ജസ്റ്റിസ് അരുണാണ്. 1 വർഷത്തിന് മുമ്പ് അദ്ദേഹം ചോദിച്ചു, ഒക്ടോബറിൽ 22 ഒക്ടോബറിൽ അദ്ദേഹം ചോദിച്ചു, എന്തിനു വേണ്ടിയാ അദ്ദേഹത്തോട് ഈ ചോദ്യങ്ങളൊക്കെ ചോദിക്കുന്നത്? എന്താ നിങ്ങളുടെ ചാർജ്? ഇത്രയായിട്ടും മറുപടി പറയാൻ കഴിഞ്ഞിട്ടില്ലെന്ന് 1.5 വർഷം ആയിട്ട്. എന്നിട്ട് ഇന്നും പറയാ സീൽഡ് കവറിൽ തരാം, നാട്ടുകാരെ അറിയിക്കാൻ പറ്റാത്ത എന്തോ രഹസ്യയുടെ ഇരിക്കുന്നത്. അപ്പോ എന്തുമാകാം എന്നിവർക്കൊക്കെ ഒരു തോന്നലുണ്ടായിരിക്കുക. ആരും ചോദിക്കാനും പറയാനും ഇല്ല. അപ്പൊ കേരളത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ധനകാര്യ സ്ഥാപനം, നമ്മുടെ ഇവിടുത്തെ റോഡ്, പാലം, കെട്ടിടം എത്രയെന്ന് ഈ കിഫ്ബിയുടെ കയ്യൊപ്പില്ലാത്ത ഒരു പഞ്ചായത്ത് ഉണ്ടെന്നാ കേരളത്തിൽ. ആ സ്ഥാപനത്തെ തകർക്കുന്നതിന് വേണ്ടിയിട്ട് ഈ പണി ഒപ്പിക്കുക. ഇഡി മാത്രമോ? ഇൻകം ടാക്സ് ആരും ഒന്നില്ലേ? എന്തിന് ഇൻകം ടാക്സ്? ഒരു ദിവസം മുഴുവനും റെയ്ഡ്. CAG വന്നിട്ടോ, അതിപ്പോ സുപ്രീം കോടതി ഇല്ല അത് സംബന്ധിച്ചുള്ള ചാർജ്. ഇവരൊക്കെ കയറി നിരങ്ങിക്കൊണ്ടിരിക്കുക. ഇതിനെ തകർക്കണമെന്നുള്ളതാണ്. അപ്പൊ ഇതിനെതിരെ ശക്തമായ പ്രതികരണം കേരളത്തിൽ നിന്നുണ്ടാവണം. ഇതിപ്പോൾ ഇഡിയും അങ്ങ് നേരത്തെ പറഞ്ഞ CAGയും ഒക്കെ ഒരു രാഷ്ട്രീയം കളിക്കുന്നു, അതിന് എതിരായിട്ടുള്ള ഒരു അടി തന്നെ കോടതിയുടെ ഭാഗത്തു നിന്ന് അവർക്ക് കിട്ടിയിരിക്കുന്നു. അങ്ങനെ തന്നെ കരുതാൻ കഴിയില്ലേ ഈ ഒരു സാഹചര്യത്തിൽ? നിശ്ചയമായിട്ടും. ഒന്ന്, ഇഡി വന്ന് ചോദിച്ച പിന്നെ ആർക്കും ഒന്നും പറയാൻ പാടില്ല എന്നൊരു ചിന്ത വന്ന് നാട്ടിൽ ഭരിച്ചിട്ടുണ്ട്. ഒരുപക്ഷെ അവരെല്ലാം മണി ലോണ്ടറിങ്ങിന്റെ കേസ് അവരെടുത്തിരുന്നെങ്കിൽ നമ്മൾ കിണിഞ്ഞാനെ. ചിലപ്പോ കോടതിയും നിയമവ്യാഖ്യാനം അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. ഭാഗ്യത്തിന് ഈ കിഫ്ബിൽ മണിയൊന്നും ലോണ്ടർ ചെയ്യാൻ പറ്റത്തില്ല. വലിയ തമാശയായിരിക്കും മണി ലോണ്ടറിങ് നടന്നു എന്ന് പറഞ്ഞ് ബോണ്ട് ഇറക്കി പണം സമാഹരിച്ച് ആ പണം SPV പബ്ലിക് ഏജൻസികൾക്ക് അല്ലാതെ കൊടുക്കണില്ല. അതും അക്കൗണ്ട് ഓൺലൈൻ വഴി എങ്ങനെ മണി ലോണ്ടറിങ് നടത്താൻ പറ്റുക? അതുകൊണ്ടാണ് ഈ ഫെമയെ പോയത്. അപ്പൊ ഫെമയില് ഇതിന്റെ ചാർജുകാരൻ റിസർവ് ബാങ്കാണ്. അവര് തന്നെ വന്ന് പറയുന്നു ഒരു കുഴപ്പമില്ലെന്ന്. പിന്നെന്തിനീ അന്വേഷിക്കുന്നത്? അപ്പോൾ ഈ നമ്മുടെ ഒരു സ്ഥാപനത്തെ തകർക്കുന്നതിന് വേണ്ടിയിട്ട് എന്തും ചെയ്യാം. ചോദിക്കാൻ ആളുണ്ടെങ്കിൽ അതൊക്കെ കുറച്ച് നിൽക്കുമെന്ന് എനിക്ക് തോന്നുന്നത്. ഈ നമ്മൾ മറച്ചിടാനൊന്നും പറ്റത്തില്ല, കുറച്ചൊക്കെ നിൽക്കും. ഇതിപ്പോൾ ഇഡി ഇത്രയും നാൾ അന്വേഷിച്ചിട്ട് എന്താണ് കണ്ടെത്തിയതെന്നുള്ള കാര്യം അവർ ഇതുവരെ ബോധ്യപ്പെടുത്തിയിട്ടില്ല എന്ന് കോടതി പറയുന്നു. ഇനിയിപ്പോൾ ഇഡി അന്വേഷിച്ചതിന് ശേഷം, റിപ്പോർട്ട് സമർപ്പിച്ചതിന് ശേഷം അതുവരെ അന്വേഷണം നടക്കാം എന്നൊരു നിർദ്ദേശമാണ് കോടതിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കുന്നത്. കോടതി ഞാൻ കൊടുത്ത റിട്ട് എന്റെ പേരിലൊരു അന്വേഷണവും പാടില്ലെന്നല്ല, തെളിവില്ലാതെ എന്റെ സ്വകാര്യതയിലേക്ക് കടക്കാൻ പാടില്ല, ഈ റോവിങ് എൻക്വയറി പാടില്ല, അത് കോടതി അംഗീകരിച്ചു. ഈ തെളിവുണ്ടാക്കിയിട്ട് വരട്ടെ എന്ന്. തെളിവില്ലാതെ ഇനിയും വന്നാൽ ഇനിയും കോടതിയിൽ പോകും. അതല്ല, ഇവർക്ക് വഴങ്ങാനൊന്നും തീരുമാനിച്ചിട്ടില്ല. വളരെ നന്ദി ശ്രീ തോമസ് ഐസക് ഈ ഘട്ടത്തിൽ പ്രതികരിച്ചതിന്. എന്തായാലും കോടതിയിൽ നിന്നും നീതിപൂർവമായിട്ടുള്ളൊരു ഇടപെടൽ തന്നെയാണ് ഉണ്ടായിരിക്കുന്നത് എന്ന് അദ്ദേഹം വ്യക്തമാക്കുന്നു. എന്തായാലും ഇഡിക്ക് വഴങ്ങാൻ തയ്യാറല്ല എന്നും പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ് ശ്രീ തോമസ് ഐസക്.
ജോൺ ലോറൻസ് തുടരുന്നുണ്ട്. ലോറൻസ്, ഇതാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത്. എന്തായാലും ഇതിൻ്റെ ഒരു രാഷ്ട്രീയ കളി നടന്നിട്ടുണ്ട്. അതിൽ കോടതിയുടെ ഭാഗത്തു നിന്നൊരു തിരിച്ചടി കൃത്യമായ രീതിയിൽ ഇഡിക്ക് നൽകിയിരിക്കുന്നു. ഇഡിക്ക് വഴങ്ങാൻ എന്തായാലും താൻ തയ്യാറല്ല. തീർച്ചയായിട്ടും എബി, ഇതിൽ പ്രധാനമായും നമ്മൾ ആദ്യമേ പറഞ്ഞ തന്നെ ഒരു കാര്യം, അതായത് ഈ കേന്ദ്ര സർക്കാരിൻ്റെ വിവിധ ഏജൻസികൾ മസാല ബോണ്ട് റിസർവ് ബാങ്കിൻ്റെ അനുമതിയോടുകൂടി തന്നെ വാങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെയാണ് കേരളത്തിലുള്ള ഈ കിഫ്ബി എന്ന കേന്ദ്ര സർക്കാരിൻ്റെ സംസ്ഥാന സർക്കാരിൻ്റെ ഏജൻസിയും പണം വാങ്ങിയിട്ടുള്ളത്. ഈ മൂന്ന് ഏജൻസികൾക്കും ഒരേ മാനദണ്ഡമാണ് ഈ പണം വാങ്ങുന്നതിന് റിസർവ് ബാങ്ക് അനുവദിച്ചിട്ടുള്ളത്. അപ്പോൾ പിന്നെ ഈ കിഫ്ബി എന്ന ഏജൻസിയെ മാത്രം തെരഞ്ഞു പിടിച്ച് അന്വേഷണം നടത്തുന്നത് സംസ്ഥാനത്തിൻ്റെ വികസനത്തെ തകർക്കുന്നതിനും അതുപോലെ തന്നെ ഈ തോമസ് ഐസക്കിനെ പോലുള്ള ആളുകൾ രാഷ്ട്രീയമായി തകർക്കുന്നതിനും വേണ്ടിയാണ് എന്നുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു ആരോപണമാണ് ഇപ്പോൾ കോടതിയിൽ ഈ ഹർജിക്കാരായ തോമസ് ഐസക്കിന് കിഫ്ബി ഉദ്യോഗസ്ഥർ ഉന്നയിച്ചത്. അത് കോടതി ഏറെക്കുറെ ഈ ആദ്യ സിംഗിൾ ബെഞ്ചും പിന്നീട് ഡിവിഷൻ ബെഞ്ചും ഏറെക്കുറെ ശരിവെച്ചിരിക്കുന്നു. പക്ഷേ അന്വേഷണം തുടരാമെന്ന് പറയുന്നു. അന്വേഷണം തുടരുമ്പോൾ തന്നെ എന്ത് വിവരമാണ്, എന്ത് തെളിവാണ് തങ്ങൾക്ക് കിട്ടിയിട്ടുള്ളത് എന്ന് നിശ്ചയമായിട്ടും ഈ കിഫ്ബി ഉദ്യോഗസ്ഥരെയും തോമസ് ഐസക്കിനെ അറിയിക്കാനുള്ള ഉത്തരവാദിത്വം ഇഡിക്കുണ്ട്. കാരണം ഈ സീൽഡ് മുദ്ര വെച്ച കവറിൽ കൊടുക്കുന്ന ഏർപ്പാട് വേണ്ട എന്നുള്ളൊരു നിലപാട് മീഡിയ വണ്ണിൻ്റെ കേസിൽ തന്നെ സുപ്രീം കോടതി എടുത്തു പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്ത് വിവരമാണോ ഈ ഹർജിക്കാർക്കെതിരെ, ആരാണോ പ്രതിസ്ഥാനത്ത് അല്ലെങ്കിൽ ആർക്കെതിരെയാണോ ആരോപണം ഉന്നയിക്കുന്നത്, അവർക്കെതിരെ എന്ത് തെളിവാണോ കിട്ടിയിട്ടുള്ളത് എന്ന് അന്വേഷണ ഏജൻസിക്ക് കിട്ടിയിട്ടുള്ളതെങ്കിൽ അത് ആ അന്വേഷണ ആരോപണ വിധേയർക്ക് അത് നൽകാനുള്ള ഉത്തരവാദിത്വം ഈ അന്വേഷണ ഏജൻസിക്കുണ്ട്. അല്ലാതെ തെരഞ്ഞു പിടിച്ചോ അല്ലെങ്കിൽ ഏകപക്ഷീയമായോ ഒന്നും തന്നെ ഈ ഹർജിക്കാരോ അല്ലെങ്കിൽ പ്രതിസ്ഥാനത്ത് നിൽക്കുന്ന ആളുകളെയോ വേട്ടയാടാൻ കഴിയുന്ന കാര്യമല്ല. ആ എന്ത് തെളിവാണോ കിട്ടിയിട്ടുള്ളത് അത് അവർക്ക് കൊടുക്കണം. അതിൻ്റെ അടിസ്ഥാനത്തിൽ അവർക്ക് കോടതിയെ സമീപിക്കാവുന്നതാണ്. അത് തന്നെയാണ് ഇപ്പോൾ തോമസ് ഐസക്കും പറഞ്ഞത്. അനാവശ്യമായി വീണ്ടും ബുദ്ധിമുട്ടിക്കാൻ ശ്രമിച്ചാൽ, തെളിവില്ലാതെ വന്നു കഴിഞ്ഞാൽ അത് വീണ്ടും കോടതിയെ സമീപിക്കും. ഇഡിക്ക് വഴങ്ങുന്ന ഒരു വിഷയമേ ഇല്ല. കാരണം ഇഡി സംസ്ഥാനത്തിൻ്റെ വികസനത്തെ തകർക്കുന്നതിനും അതുപോലെ രാഷ്ട്രീയ പ്രേരിതമായുള്ള നടപടികളുമായിട്ടാണ് ഇഡി മുന്നോട്ട് പോകുന്നത്. ഏറെക്കുറെ കോടതികളും അത് സമ്മതിച്ചിരിക്കുന്നു. കോടതിയുടെ നിശിതമായ വിമർശനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഇഡി തൽക്കാലം സമൻസ് പിൻവലിച്ചുകൊണ്ട് തടി തപ്പിയിരിക്കുന്നതെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. എബി, തീർച്ചയായും മസാല ബോണ്ട് കേസിൽ സമൻസുകൾ ഇഡി പിൻവലിച്ചിരിക്കുകയാണ്. തോമസ് ഐസക്കിനും കിഫ്ബി ഉദ്യോഗസ്ഥർക്കുമെതിരെ അയച്ചിട്ടുള്ള സമൻസുകളാണ് പിൻവലിച്ചിരിക്കുന്നത്. തോമസ് ഐസക്കിൻ്റെ ഹർജിയിലാണ് ഈ ഒരു നടപടി. ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നും ചില ചോദ്യങ്ങൾ ഇഡിയുടെ ഭാഗത്തേക്ക് ഉണ്ടാകുന്നു. അതിലാണ് നിലപാട് അവർ അറിയിക്കുകയും ചെയ്തിരിക്കുന്നത്. തോമസ് ഐസക്കും ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് പ്രതികരിച്ചിരിക്കുന്നു. എൻ്റെ പേര് ഇതിലുള്ള അന്വേഷണങ്ങൾ മൊത്തം റദ്ദാക്കണമെന്ന് താൻ ആവശ്യപ്പെട്ടില്ല, പക്ഷേ വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങളിലേക്ക് ഉള്ള കടന്നുകയറ്റം അത് അവസാനിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഉള്ള ആ നിലയ്ക്കുള്ള അന്വേഷണങ്ങൾ അവസാനിപ്പിക്കണമെന്നാണ് അദ്ദേഹം പറഞ്ഞിരുന്നത് അല്ലെങ്കിൽ ആവശ്യപ്പെട്ടിരുന്നത്. അതിന് കോടതി ആ ആവശ്യം കോടതി അംഗീകരിച്ചിരിക്കുന്നു. ഒപ്പം തന്നെ ഇഡിക്ക് കൃത്യമായ രീതിയിൽ ഒരു തിരിച്ചടി അല്ലെങ്കിൽ ആ നിലയ്ക്കുള്ളൊരു പ്രതികരണം തന്നെയാണ് കോടതിയുടെ ഭാഗത്തുനിന്നുണ്ടായതെന്നും അദ്ദേഹം കേരള വിഷനോട് പറയുകയുണ്ടായി.